കൊച്ചിയിലെ അവയവ കച്ചവട കേസിൽ പങ്കാളിയായത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തി മുഖ്യപ്രതി മുഹമ്മദ് നജീബ്. ബന്ധുവിന്റെ വൃക്ക മാറ്റിവെക്കലിനു വേണ്ടി ഇടപെട്ടത് മുതലാണ് അവയവ കച്ചവടത്തിലേക്ക് തിരിഞ്ഞതെന്ന് നജീബ് പറയുന്നു. നജീബിന്റെ റാക്കറ്റിൽ വീണ് 41ഓളം പേർ അവയവങ്ങൾ വിറ്റതായാണ് പോലീസിന് ഇതുവരെ ബോധ്യമായത്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ നജീബിനെയും റഷീദയെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതികളെ പോലീസ് സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. കുന്നത്തുനാട് പോലീസാണ് മുഖ്യപ്രതിയായിട്ടുള്ള മുഹമ്മദ് നജീബിനെയും ഭാര്യ റഷീദയെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത്. ഒട്ടനവധി വിവരങ്ങൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ അറസ്റ്റിനുള്ള നീക്കവും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് നജീബ് എങ്ങനെയാണ് ഈ അവയവ കച്ചവടത്തിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിനെ പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇയാളുടെ മൊഴിയായി 2021 ഈ നജീബിന്റെ ബന്ധുവിന് വൃക്ക ആവശ്യമായി വരുന്നു. അങ്ങനെ ഈ നജീബ് ഈ ഒരു മേഖലയിൽ ഇടപെടുന്നു. അങ്ങനെ ഇടപെട്ടപ്പോൾ ഒരു കാര്യം ഇയാൾക്ക് ബോധ്യമാകുന്നു, അതായത് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നത്. മാത്രമല്ല വലിയ സാമ്പത്തിക നേട്ടം ഇങ്ങനെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ ലഭിക്കുമെന്ന കാര്യവും ഇയാൾക്ക് ബോധ്യമാകുന്നു. അങ്ങനെയാണ് ഇയാൾ ഈ ഒരു അവയവ കച്ചവടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ റാക്കറ്റ് ഇയാൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ വലിയ സാമ്പത്തിക നേട്ടവും ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിയമാനുസരണമുള്ള അവയവദാന നിയമത്തിന്റെ മറവിലാണ് ഈ വലിയ തോതിലുള്ള അവയവ കച്ചവടത്തിന് ഇയാൾ രൂപം നൽകി, അല്ലെങ്കിൽ ഇയാൾ ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചത്. ഇതോടൊപ്പം ഈ അവയവ റാക്കറ്റിന്റെ വലയിലേക്ക് എത്ര പേർ വന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 41 പേർ ഇത്തരത്തിൽ അവയവം ദാനം ചെയ്യാൻ തയ്യാറായി ഇവർക്കിടയിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ്. അതായത് അവയവ വിൽപ്പനയ്ക്ക് അത്രയും പേർ തയ്യാറായിരുന്നു, അവർക്ക് പണവും നൽകി ഇയാൾ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അവരെ സംബന്ധിക്കുന്ന വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് അടക്കം രേഖപ്പെടുത്തും. അതോടൊപ്പം ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചത് ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്കും പോലീസ് സംഘം പോവുകയാണ്. പലരും ഇതിനോടകം അറസ്റ്റിലായിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളാണ് പോലീസിന് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ഇയാൾ തെരഞ്ഞുപിടിച്ച് ആദ്യം കണ്ടെത്തും. അവരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് അവരെ അവയവദാനത്തിലേക്ക് എത്തിക്കും. അങ്ങനെ അവർക്ക് പണവും നൽകും. പിന്നീട് അവരെ ഏജന്റുമാരാക്കി മാറ്റുകയാണ് തന്ത്രം. അങ്ങനെ ആ ഏജന്റുമാർ വഴി കൂടുതൽ പേരിലേക്ക് എത്തി അവയവദാനത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ ആണ് ഇയാൾ ഈ കാര്യങ്ങൾ നടപ്പാക്കി വന്നിരുന്നത്. മാത്രമല്ല ഇയാൾ പലരിൽ നിന്നും പല റേറ്റാണ് ഫിക്സ് ചെയ്തിരുന്നത്. അതായത് അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് ഇയാൾ വാങ്ങിച്ചിരുന്നത് 35 ലക്ഷം വരെ രൂപയാണ്. അങ്ങനെ ആ രൂപ വാങ്ങും. അതോടൊപ്പം തന്നെ അവയവം കൊടുക്കാൻ തയ്യാറായി വരുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവർക്ക് 10 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. അപ്പോൾ ബാക്കി വലിയ തോതിലുള്ള തുക, ആ തുക കമ്മീഷനായി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏജന്റുമാർക്ക് നൽകും, ഇയാൾ എടുക്കും. ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. അതിനായി ഇയാൾ ഒരു മെഡിക്കൽ ടൂറിസം കമ്പനി രൂപീകരിച്ചിരുന്നു. അതിന്റെ പേര് കലത്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതായിരുന്നു. ആ കമ്പനിയുടെ മറവിലാണ് ഇയാൾ ഈ തട്ടിപ്പത്രയും നടത്തിയിരുന്നത്. അവയവം ആവശ്യമുള്ളവർക്ക് ഇത് നൽകും എന്ന കാര്യം ഈ ഒരു സ്ഥാപനം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പ്രമുഖ ആശുപത്രികളിലടക്കം ഇത് ഈ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സൗകര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പലരെയും പറഞ്ഞ് ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു. കൂടാതെ പലരിൽ നിന്നും ഇയാൾ അഡ്വാൻസ് വാങ്ങിയിരുന്നു, നിങ്ങൾക്ക് അവയവം നൽകും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങനെ അഡ്വാൻസ് വാങ്ങിയിട്ട് നൽകാതെ മുൻകൈയും ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ 2 അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് മുന്നിലേക്ക് ഇയാളുടെ വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാകാം എന്നതാണ് പോലീസ് അനുമാനിക്കുന്നത്. ബെനാമി അക്കൗണ്ടുകൾ അടക്കം ഇയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത്. കോടികളായിരിക്കും ഇതിൽ നിന്ന് മറഞ്ഞിട്ടുണ്ടാകുക എന്ന കാര്യമാണ് പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് വിവിധ ആംഗിളുകൾ പരിശോധിക്കുന്നു. കാരണം ഇയാൾ വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദന ഇതുവഴി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഏജന്റുമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, കൂടാതെ ഇത്തരത്തിൽ ഇവരുടെ വലയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, ആ വൃക്ക അടക്കം നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിക്കുന്ന വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കും.
നൽകിയിരിക്കുകയാണ്. കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം ഈ 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി അവരെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അമ്പലമേട് പോലീസ്, കൊച്ചി സെറ്റിൽമെന്റിലെ അമ്പലമേട് പോലീസ് നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങും ഉടൻ എന്നതാണ് വ്യക്തമാകുന്നത്. അമ്പലമേട് പോലീസ് അവരുടെ കേസിലേക്ക് ഡെബിൻ ജോസഫ് എന്ന് പറയുന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഏജന്റ് ആയിരുന്നു ഈ നജീബിന്റെ. അപ്പോൾ ഈ 2 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിന് കൂടി അമ്പലമേട് പോലീസ് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മുന്നോട്ട് നീക്കുന്നു. നജീബുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഒരു ഡയറി പോലീസ് സംഘം പിടിച്ചെടുത്തിരുന്നു. അതിൽ ഈ അവയവദാനത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു പലരുടെയും ഏജന്റുമാരുടെ അടക്കം പേരുവിവരങ്ങളുണ്ട്. അങ്ങനെ അത് ക്രോഡീകരിച്ച ശേഷം പോലീസ് ഏകദേശം ഒരു 20 പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അതിൽ പലരും ഇയാളുടെ ഏജന്റുമാരായിരുന്നു എന്നതാണ് ബോധ്യമാകുന്നത്. അപ്പോൾ ഈ കേസിലേക്ക് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയും പോലീസ് സംഘം നൽകുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഇതിനോടകം 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ആലുവ റൂറലിൽ വടക്കേക്കര, അതോടൊപ്പം തന്നെ കുന്നത്തുനാട് 2 സ്റ്റേഷനുകളിൽ കേസുണ്ട്. കൊച്ചി സിറ്റിയിൽ അമ്പലമേട് സ്റ്റേഷനിൽ കേസുണ്ട്. കൊല്ലത്ത് കേസുണ്ട്. അങ്ങനെ വിവിധ കേസുകളിലായിട്ടാണ് ഇത്രയും പേർ പിടിയിലായിട്ടുള്ളത്. ആ നമ്പർ കൂടാനുള്ള സാധ്യതകളാണ് വരും ദിവസങ്ങളിൽ ഉള്ളത്. ഇതോടൊപ്പം ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നജീബിനെതിരെ മുൻപ് കൊലക്കേസ് ഉണ്ടായിരുന്നു. കർണാടകയിലായിരുന്നു ആ കേസ്. അതോടൊപ്പം തന്നെ മോഷണ കേസ് അടക്കം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം മറ്റ് ചില ആംഗിളുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് ആംഗിൾ, അതോടൊപ്പം തന്നെ നജീബിന്റെ വിദേശ ബന്ധം, ഇതുൾപ്പെടെയുള്ള വിവിധ തലങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് എന്നതാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.